ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓയില പൊടിയുടെ എല്ലാ ഭാഗത്തും ആവുന്നതിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട മുഴുവനായിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ ആ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ അതിലേക്ക് നമുക്ക് എക്സ്ട്രാ പാലൊന്നും ചേർക്കേണ്ടി വരില്ല. ഇതിപ്പോൾ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാം വെള്ളനനവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല, നമ്മൾ എടുത്ത മുട്ട നല്ല വലിപ്പമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മുട്ട കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്നും ഒരു ബോൾ എടുത്ത് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒത്തിരി കട്ടിക്കും ഒത്തിരി തിന്നായിട്ടും അല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മൾ മാവ് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മാവ് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ പഞ്ചസാര മെൽറ്റായിട്ട് ചിലപ്പോൾ നമ്മുടെ മാവ് കുറച്ച് നനവ് കൂടുതലായിട്ട് വരാം. കാരണം ഇരിക്കും തോറും നമ്മൾ പരത്താനായിട്ട് വൈകും തോറും അതിങ്ങനെ നനഞ്ഞ പോലെ വരാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് പൊടി ഇട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒട്ടാത്ത പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് പരത്തിയെടുത്തിട്ടുള്ള മാവ് നമ്മൾ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു മൂടി വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത് രണ്ട് ഭാഗവും നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് ചെറുതായി ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള 2 ഭാഗവും ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് കിട്ടും. ഇതൊരു ഹിന്ദി യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് കണ്ടതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതായി തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഷേപ്പ് അല്ലാതെ നമുക്ക് വേറൊരു തരത്തിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ 2 അറ്റം ഒട്ടിച്ച് ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി ഇത് എടുക്കാം. അങ്ങനെ ബാക്കി മാവെല്ലാം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ, നല്ല മധുരമുള്ള നല്ല ക്രിസ്പി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 മാസം വരെ ഇത് കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.